പ്രധാനപ്പെട്ട 3 അപ്ഡേറ്റുകളാണ് കീമുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് പറയാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള 3-ാം ഘട്ട ഓപ്ഷൻ രജിസ്ട്രേഷന്റെ തീയതി നീട്ടിയിട്ടുണ്ട്. അതായത് ഈ വരുന്ന 30-ാം തീയതി വൈകുന്നേരം 6 മണി വരെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിന്റെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള 2-ാം ഘട്ട കേന്ദ്രീകൃത താൽക്കാലിക അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അതായത് പ്രൊവിഷണൽ ലിസ്റ്റ് ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും പരാതികളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന മെയിൽ ഐ ഡിയിൽ, അതായത് ceekinfo.cee@kerala.gov.in എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് ഈ വരുന്ന 29-ാം തീയതി പകൽ 12 മണിക്കുള്ളിലായിട്ട് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് MBBS BDS കോഴ്സുകളിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ചിട്ടുള്ള 1-ാം ഘട്ട MBBS BDS കോഴ്സുകളിലേക്കുള്ള 1-ാം ഘട്ട താൽക്കാലിക അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കീമിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനത് അവസാനം കാണിക്കാം. ഈ ഒരു റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ cee@kerala.gov.in എന്ന മെയിൽ ഐ ഡി മുഖാന്തരം നിങ്ങൾക്ക് 28-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് കൃത്യമായിട്ട് പരിഹരിച്ച ശേഷമുള്ള അന്തിമ ഫൈനൽ അലോട്ട്മെന്റ്, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഫൈനൽ റിസൾട്ട് 29-ാം തീയതി ഇവർ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് ഈ ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ്, താൽക്കാലിക പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ സിഇയുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയിട്ട് ഇവിടെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം കാണാനായിട്ട് സാധിക്കും. അതെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് MBBS BDS അതായത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിന്റെ ആർക്കിടെക്ചറിന്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റോടെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് നിങ്ങൾ ഈ കാണുന്നത് ആർക്കിടെക്ചറിന്റെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാൻ പറ്റും, നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടിയിരിക്കുന്നത്, ഏത് കോഴ്സാണ് കിട്ടിയിരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ സീറ്റ് ടൈപ്പ് സ്റ്റേറ്റ് മെറിറ്റ് ആണോ, മുസ്ലിം, അതുപോലെ തന്നെ ഇഴവ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കും. ഇനി ഇത് MBBSന്റെ അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ, റാങ്ക്, അതുപോലെ തന്നെ ഏത് കോളേജ്, അതുപോലെ തന്നെ കോഴ്സ്, സീറ്റ് ടൈപ്പ് എല്ലാം തന്നെ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുത്ത് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്, അതായത് ഫൈനൽ അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ് ആൻഡ് സൈനിങ്.